ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ ഈശോയെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനേകം കഴിവുകളുണ്ട്. ഞങ്ങൾക്കങ്ങ് ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്, കാണാൻ കഴിവ് തന്നിട്ടുണ്ട്, കേൾക്കാൻ കഴിവ് തന്നിട്ടുണ്ട്, സ്പർശിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്. ദൈവമേ, അങ്ങ് നൽകിയ ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങയെ തന്നെ അറിയുവാൻ അങ്ങ് ഞങ്ങളിലേക്ക് അയക്കുന്ന അങ്ങയുടെ സ്ഥാനക്കാരായ, അങ്ങയുടെ ദൂതുവാഹകരായ എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും ഞങ്ങളുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും ഒക്കെ മനസ്സിലാക്കുവാൻ, കാണുവാൻ, കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, വചനത്തിലൂടെ അങ്ങയെ കണ്ടെത്തുവാനും വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ മനസ്സാക്ഷിയെയും ക്രമീകരിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എല്ലാവർക്കും സന്തോഷമാണോ? സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. നമുക്കൊക്കെ ദൈവം ബുദ്ധിശക്തി തന്നിട്ടുണ്ടല്ലോ. കാണാനുള്ള കഴിവ് തന്നിട്ടുണ്ടോ? കേൾക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ പഴയ നിയമത്തിൽ പറയണ പോലെ ദൈവം ചിലപ്പോൾ കാള തൻ്റെ ഉടയവനെ അറിയുന്നു അല്ലേ? പക്ഷെ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കാറുണ്ട്. അങ്ങനെ വിലപിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് ഈ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ രാജാവ് ആയിട്ട് ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന രാജാവ് അഹസ്യ രാജാവാണ്. രാജാവിൻ്റെ പേരെന്താണ്? ഈ രാജാവ് മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. അസുഖം മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കുറേ നാളായി കിടപ്പായി, അത് കുറയുന്നില്ല. ഈ അഹസ്യ രാജാവ് രാജഭരണം ഏറ്റതിന് ശേഷം അദ്ദേഹം ദൈവത്തിൽ നിന്നും വളരെ അകന്ന ജീവിച്ചതിന് അന്യദേവന്മാരുടെ പിന്നാലെ പരക്കം പായുന്ന ഒരു പ്രകൃതം ഈ അഹസ്യ രാജാവിനുണ്ടായിരുന്നു. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിൽ വളരെ പേർക്ക് വിഷമമുണ്ട്. കണ്ടോ, നമ്മുടെ ദൈവമല്ലേ നമ്മെ ഇതുവരെ സംരക്ഷിച്ചത്, നമ്മെ മരുഭൂമിയിലൂടെ നയിച്ചുകൊണ്ട് വന്നത് ദൈവമല്ലേ? ഈ കർത്താവിന് എന്താ ഇപ്പം രാജാവ് മറന്നു പോകുന്നേ? രാജാവ് മറന്നുപോയാൽ തീർന്ന കഥ അല്ലേ? ജനങ്ങൾക്ക് പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? രാജാവ് ഒരു കൽപ്പന ഇട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾക്ക് വളരെ വേദനയും വിഷമവും ഒക്കെയുണ്ട്. ഇവരിങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ മറന്നിട്ട് എന്തേ രാജാവ് ഇങ്ങനെ ചെയ്യുന്നേ? പക്ഷേ രാജാവിനോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പോകുമോ? ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുകയും പാടി പുകഴ്ത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും കൊട്ടാരത്തിൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇസ്രായേൽ ജനത്തിന് വേദനയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ രാജാവ് തൻ്റെ സേവകരെ എല്ലാം വിളിക്കുക. എന്നിട്ട് പറയുക, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഈ മട്ടുപ്പാവിൽ നിന്ന് ഇങ്ങനെ വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എനിക്ക് രക്ഷ കിട്ടുമോ അതോ ഞാൻ ഇങ്ങനെ തന്നെ കിടന്ന് മരിക്കുമോ? ഈ വിവരം ഒന്ന് അറിയണം. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. എക്രോണിലൊരു ദേവനുണ്ട്, ബാൽസബൂൽ ദേവൻ. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കുറേ ആളുകളെ അയക്ക്. എന്നിട്ട് ആ ദേവനോടൊന്ന് ചോദിക്ക്, ഞാൻ ഈ രോഗശയ്യയിൽ നിന്ന് സുഖം പ്രാപിക്കുമോ ഇല്ലയോ എന്ന് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ രാജസേവകന്മാർ എക്രോൺ ദേവൻ്റെ അടുക്കിലേക്ക് യാത്രയായി. ഇത് ഏലിയാ പ്രവാചകൻ അറിഞ്ഞു. ദൈവം ഏലിയാ പ്രവാചകനുകളുടെ സന്ദേശങ്ങൾ കൊടുത്തു. എന്നതാ, ഇസ്രായേലിൽ ഒരു ദൈവമില്ലാഞ്ഞിട്ടാണോ ഇന്ന് എക്രോണിലേക്ക് ദേവന്മാരുടെ പുറകെ അയക്കുന്നത്? ആളെ അയക്കുക. ഏലിയാ പ്രവാചകന് വലിയ സങ്കടമായി. ഏലിയാ പ്രവാചകൻ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോവുക? അവർ, ഞങ്ങളുടെ രാജാവിന് സുഖം കിട്ടുമല്ലോ എന്ന് അറിയാനായിട്ടാ ഞങ്ങൾ അതുകൊണ്ട് എക്രോണിലേക്ക് ദേവനെ അന്വേഷിച്ച് പോവുക. പ്രവാചകൻ അങ്ങ് ദേഷ്യപ്പെട്ടു. പ്രവാചക ധർമ്മം,
ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ചോദിക്കുന്നു, ഇസ്രായേൽക്കാർക്ക് ഒരു ദൈവമില്ലാഞ്ഞിട്ടാണോ അവർ ദേവൻ്റെ പുറകെ പോകുന്നത്? അതുകൊണ്ട് നീ ചെന്ന് അഹസ്യ രാജാവിനോട് ചോദിക്ക്, ഇസ്രായേലിൽ ദൈവമില്ലാതായോ എന്നൊന്ന് ചോദിക്ക്. അങ്ങനെ അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. നമ്മൾ ചോദിച്ചു, എന്താ പറഞ്ഞേ? ദേവൻ എന്താ പറഞ്ഞേ? അയ്യോ, ഞങ്ങൾ ദേവൻ്റെ അടുക്ക വരെ പോയില്ല, ഞങ്ങളെ വഴി വെച്ചൊരാൾ തടഞ്ഞു നിർത്തി, ഞങ്ങളെ മുൻപോട്ട് വിട്ടില്ല. ആ, അതാരാ? എന്താ ചോദിച്ചേ? ഇസ്രായേലിലൊരു ദൈവം ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ മറ്റു ദേവന്മാരുടെ പുറകെ പോകുന്നതെന്നും ചോദിച്ച് ഞങ്ങളെ വഴക്കുണ്ടാക്കി. ഓ, അതാരാ? ആരാന്നറിയത്തില്ല. അവൻ എങ്ങനെ ഇരിക്കുന്നേ? ഓ, തോൽ വസ്ത്രമൊക്കെയാ, മരഊരിയൊക്കെയാ ഉടുത്തിരിക്കുന്നത്, ലക്ഷണമൊക്കെ പറഞ്ഞു. അപ്പോൾ അഹസ്യ പറഞ്ഞു, ഇത് മറ്റാരുമല്ല, ഏലിയാ പ്രവാചകൻ തന്നെയാ. ഓ, ഞാൻ അയച്ച ആളുകളെ തടഞ്ഞു നിർത്താനും അവരെ ലക്ഷ്യത്തിലേക്ക് അയക്കാതെ മടക്കി അയക്കാനും മാത്രം അവൻ വളർന്നോ? ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ അത്രയ്ക്കും ആയോ? അദ്ദേഹം ഉടനെ ആജ്ഞാപിച്ചു, ശക്തരും ബലിഷ്ഠരുമായ 50 പേരെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് മലമുകളിലേക്ക് അയക്കുക, അവിടെ ചെന്ന് ഏലിയാ പ്രവാചകനെ പിടിച്ചുകൊണ്ട് വരിക. അതാണോ രാജകൽപ്പന? രാജകൽപ്പനയല്ലേ, നിവർത്തിച്ചേ പറ്റൂ. ഉടനെ തന്നെ 50 പേരുടെ ഒരു ഗണത്തെ തിരഞ്ഞെടുത്ത് നേരെ മലമുകളിലേക്ക് അയച്ചു. അങ്ങനെ മലമുകളിൽ ചെന്നപ്പോൾ ഏലിയാ പ്രവാചകൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പായി. അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്, ഏലിയാ പ്രവാചക ഇറങ്ങി വാ, രാജാവ് നിന്നെ വിളിക്കുന്നു. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണെങ്കിൽ സത്യം, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിങ്ങളെ ദഹിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. ഞാൻ പ്രവാചകനാണെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി നിങ്ങളെ ദഹിപ്പിച്ച് കളയും. ആ പറഞ്ഞ നിമിഷം അഗ്നി ഇറങ്ങി ആ 50 പേരുടെയും ഗണത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇതറിഞ്ഞ് വീണ്ടും രാജാവ് രണ്ടാമത് വീണ്ടും അതിലേറെ ശക്തരായ 50 പേരുടെ ഗണത്തെ തിരഞ്ഞെടുത്ത് വീണ്ടും മലമുകളിലേക്ക് അയച്ചു. വേഗം ഏലിയാ പ്രവാചകനെ പിടിച്ചുകൊണ്ട് വരിക. ഈ ഗണത്തിൻ്റെ നേതാവ് താഴ്വരയിൽ നിന്ന് ഏലിയാ പ്രവാചകനോട് പറഞ്ഞു, രാജാ കൽപ്പനയാണ്, നീ ഇറങ്ങി വരണം. രാജാവ് പറയുന്നു, നീ ഇറങ്ങി വന്ന് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മുൻപിൽ ഹാജരാകുക. ഏലിയാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രവാചകനാണെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിങ്ങളെ ദഹിപ്പിച്ച് കളയട്ടെ. ഇതിൽ കൂടുതൽ അടയാളം വല്ലതും വേണോ? ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി ആ നിമിഷം തന്നെ അവരെയും ദഹിപ്പിച്ച് കളഞ്ഞു. അതും നാട്ടിൽ വലിയ വാർത്തയായി. കൊട്ടാരത്തിൽ ദൂതെത്തി. രാജാവ് പശ്ചാത്തപിക്കുന്നതിന് പകരം കൂടുതൽ കോപം ഉളവായി. ഇനിയെങ്കിലും പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ രാജാവ് ആ അവസരം വിനിയോഗിച്ചോ? വീണ്ടും ദൈവത്തിനെതിരെ പാപം ചെയ്തു. മൂന്നാമതും വേറെ 50 പേരുടെ ഗണത്തെ തിരഞ്ഞെടുത്ത് വീണ്ടും അയച്ചു. മലമുകളിലേക്ക് ചെന്ന് ഏലിയാ പ്രവാചകനെ പിടിച്ച് ഹാജരാക്കുക. ഈ പോയവർക്കെല്ലാം അറിയാം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജീവിക്കുന്നവനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, ഞങ്ങളുടെ ദൈവമാണെന്ന്. പക്ഷെ പോകാതിരിക്കാൻ പറ്റുമോ? ആ നേതാവ് നല്ല ബുദ്ധിമാനായിരുന്നു. ആ നേതാവ് താഴ്വരയിൽ നിന്ന് ഏലിയാ പ്രവാചകനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ പ്രവാചക, ഞങ്ങളുടെ ജീവൻ നിന്റെ കരങ്ങളിലാണ്, ഞങ്ങളുടെ എല്ലാം ജീവൻ നിന്റെ കരങ്ങളിലാണ്. നീ ദൈവത്തെ ഓർത്ത് ഒന്ന് ഇറങ്ങി പോ. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ കൊല ചെയ്യപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മുമ്പേ 2 ഗണം 50 പേരുടെ വീതം 2 ഗണങ്ങൾ ഇവിടെ വരികയും നിന്റെ അടുക്കൽ വന്ന് പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും രാജാവ് ഞങ്ങളെ അയച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നി നീ ഒന്ന് ഇറങ്ങി വരിക, രാജകൊട്ടാരത്തിലേക്ക് ഒന്ന് വരിക. അപ്പോൾ ഏലിയാ പ്രവാചകന് അവരോട് സ്നേഹം തോന്നി. ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാടുകൾ ലഭിച്ചു. ഏലിയാ പ്രവാചകൻ ഇറങ്ങി ഇവരുടെ കൂട്ടത്തിൽ കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പം ഏലിയാ പ്രവാചകൻ അഹസ്യ രാജാവ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, ഞാൻ
ഈ അസുഖത്തിൽ നിന്നും ഭേദമാകുമോ ഇല്ലയോ എന്നൊന്ന് അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വഴിമാറി ജീവിക്കുന്ന ആളാണ് അഹസ്യ രാജാവ്, അല്ലേ? എക്രോൺ ദേവനെ അന്വേഷിച്ച് പോയ ആളാണ് ആര്? അഹസ്യ രാജാവ്, അല്ലേ? ഇതെല്ലാം ഏലിയാ പ്രവാചകൻ അറിയാം. ഏലിയാ പ്രവാചകൻ പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, നീ ഈ രോഗശൈലിയിൽ നിന്നും എഴുന്നേൽക്കുകയില്ല, മറിച്ച് നീ മരിക്കും. അങ്ങനെ ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ വെളിപാട് അഹസ്യ രാജാവിനെ അറിയിക്കുകയും ആ നിമിഷം തന്നെ രോഗം കൂടി 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 അഹസ്യ രാജാവ് മരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സംഭവം ഇഷ്ടമായോ? നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമോ? ഇന്ന് വീട്ടിൽ പോയി ഈ സംഭവങ്ങൾ വിവരിച്ച് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുമോ? നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ഷോളും ചുരിദാറും വടിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഒരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ കാണാം. എന്തിനാണ് ഇപ്പോൾ അടിയന്തരമായി പ്രഭുസദസ്സ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്? മൊവാബുകാര് ഇസ്രായേല്യരായ നമുക്കെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുകയല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം സൈന്യത്തെ വിളിച്ചുകൂട്ടി ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതാണല്ലോ. അല്ലയോ പ്രഭുക്കന്മാരെ, നാം നമ്മുടെ പിതാക്കന്മാരുടെ വഴിയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. നമ്മുടെ പിതാവായ അബ്രാഹത്തെയും നേതാവായ മോശയെയും ദൈവം പരിപാലിച്ചതും വഴി നടത്തിയതും ഈ തലമുറ മറന്നിരിക്കുന്നു. അവിടുന്ന് മന്നയും കാടപ്പക്ഷിയും ഭക്ഷിക്കാൻ തന്നതും പകൽ മേഘവും രാത്രിയിൽ അഗ്നിസ്തംഭവുമായി വന്ന് നമ്മെ മരുഭൂമിയിലൂടെ നയിച്ചതും എല്ലാം നാം മറന്നുപോയിരിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവം തെരഞ്ഞെടുത്ത അവിടുത്തെ സ്വന്തം ജനമാണെന്ന് നാം മറക്കരുത്. നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അഹസ്യായുടെ പിതാവ് ആഹാബ് രാജാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ഏലിയാ പ്രവാചകനെ രാജകൊട്ടാരത്തിലേക്ക് അയച്ചതും രാജാവ് പശ്ചാത്തപിച്ച് ചാക്കൊടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞപേക്ഷിച്ചതും എല്ലാം നമുക്ക് അറിവുള്ളതാണ്. സത്യമാണ്. മോവാബുകാരുടെ യുദ്ധത്തിൽ നാം ജയിക്കാൻ മോശയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുമാത്രം പോരാ, അഹസ്യ രാജാവ് ഭരണമേറ്റതിൽ പിന്നെ ദൈവത്തെ മറന്ന് ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. തെറ്റേറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന സമയം കൂടിയാണിത്. ശരിയാണ്, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ട്. അല്ലയോ പ്രഭുശ്രേഷ്ഠ, എന്തിനാണ് ഇപ്പോൾ അടിയന്തരമായി പ്രഭുസദസ്സ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്? അഹസ്യ മഹാരാജാവ് മട്ടുപാവിൽ നിന്ന് വീണ് കിടപ്പിലാണ്. രാജാവ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോൺ ദേവനായ ബാൽസബൂവിന്റെ അടുക്കൽ ചെന്ന് അന്വേഷിക്കുവാൻ രാജകൽപ്പന വന്നിരിക്കുന്നു. ഓ, രാജകൽപ്പനയോ? ഉടൻ പുറപ്പെടാം. എല്ലാവരും ഉടൻ പുറപ്പെടൂ. ശരി, അങ്ങനെയാകാം. എലിയ സമറി രാജാവിന്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേലിൽ ദേവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൻ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത്? എലിയ അവരോട് പോയി പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, രോഗശയിൽ നിന്ന് നീ എഴുന്നേൽക്കില്ല, നീ മരിക്കുമെന്ന്. ഓ, കർത്താവിന്റെ ദൂതൻ അപ്രത്യക്ഷമായിരിക്കുന്നു. എവിടെയാണാവോ സമറിയ രാജാവിന്റെ ദൂതന്മാർ? എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക? ദൈവദൂതൻ അറിയിച്ച കാര്യം പറയുക. ആ, ഉടൻ പുറപ്പെടുക തന്നെ ചെയ്യാം.
നിങ്ങൾ എന്താണ് തിരിച്ചു വന്നത്? മഹാരാജാവേ, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദൈവനായ ബാൽസബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശൈലിയിൽ നിന്നും നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെ ഇരിക്കുന്നു? അവൻ രോമകുപ്പായവും തുകൽ കൊണ്ട് അരപ്പട്ടയും അണിഞ്ഞിരിക്കുന്നു. എങ്കിലത് ഏലിയ പ്രവാചകനാണെന്ന് നാം മനസ്സിലാക്കുന്നു. ആരെവിടെ? അടിയൻ മഹാരാജൻ. ഉടൻ തന്നെ 50 പേരുടെ ഗണത്തെ അയച്ച് ഏലിയ പ്രവാചകനെ പിടിച്ചുകൊണ്ടുവരുവിൻ. അടിയൻ മഹാരാജൻ. പ്രഭുക്കന്മാരെ, നിങ്ങളെ വഴിയിൽ തടസ്സപ്പെടുത്തി ഇത് പറഞ്ഞയാൾ ഏലിയ പ്രവാചകൻ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കാഴ്ചയിൽ അവനൊരു വലിയ പ്രവാചകനെ പോലെ ഇരിക്കുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്ത് വേണം? അങ്ങ് കൽപ്പിച്ചതുപോലെ 50 പേരുടെ ഗണത്തെ അയച്ചു. മലമുകളിൽ ഇരുന്ന ഏലിയ പ്രവാചകനോട് അവർ പറഞ്ഞു, രാജാവ് കൽപ്പിക്കുന്നു, വേഗം ഇറങ്ങി വരുക എന്ന്. ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു മഹാരാജൻ. ഉടൻ തന്നെ ശക്തരായ 50 പേരുടെ ഗണത്തെ അയച്ച് ഏലിയ പ്രവാചകനെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഹാജരാക്കുന്നു. അടിയൻ മഹാരാജൻ. അവൻ രാജകൽപ്പന അനുസരിക്കുകയില്ലെന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്ത് വേണം? രണ്ടാം വട്ടം അയച്ച നമ്മുടെ 50 പേരുടെ നായകൻ ചെന്ന് മലമുകളിൽ ഇരിക്കുന്ന ഏലിയ പ്രവാചകനോട് പറഞ്ഞു, ഇത് രാജകൽപ്പനയാണ്, വേഗം ഇറങ്ങി വരുക എന്ന്. ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു മഹാരാജൻ. ഉടൻ തന്നെ ഏറ്റവും ശക്തരായ 50 പേരെ തെരഞ്ഞെടുത്ത് അയക്കുക. ഏലിയ പ്രവാചകനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക തന്നെ വേണം. അടിയൻ മഹാരാജൻ. അവൻ രാജകൽപ്പന അനുസരിക്കുകയില്ലെന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്ത് വേണം? ഏലിയ പ്രവാചകൻ എത്തിയിട്ടുണ്ട്. അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക. മൂന്നാം വട്ടം അയച്ച നമ്മുടെ 50 പേരുടെ നായകൻ ചെന്ന് മലമുകളിലിരിക്കുന്ന ഏലിയ പ്രവാചകനോട് മുട്ടുകുത്തി അപേക്ഷിച്ചു, എന്റെയും ഈ 50 ആളുകളുടെയും ജീവൻ അങ്ങയുടെ മുമ്പിൽ വിലപ്പെട്ടതായിരിക്കട്ടെ എന്ന് കേണ് അപേക്ഷിച്ചപ്പോൾ മലമുകളിൽ ഇരുന്ന ഏലിയ പ്രവാചകൻ അവരുടെ കൂടെ പോന്നു. ധിക്കാരി! രാജകൽപ്പന നിരസിക്കുന്നവർക്കുള്ള ശിക്ഷ എന്തെന്ന് അവൻ അറിയില്ല. അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക. അടിയൻ മഹാരാജൻ. അഹസ്യ, കർത്താവ് അരുൾ ചെയ്യുന്നു, എക്രോൻ ദേവനായ ബാൽസെബൂവിനോട് ആരായാൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേലിന് ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? തീർച്ചയായും നീ മരിക്കും. അയ്യോ, എന്ത് പറ്റി? നമ്മൾ എന്ത് ചെയ്യും? അയ്യോ,
നമ്മുടെ കൂട്ടുകാർ കളിച്ച സ്കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലേ? ഇതുപോലെ നിങ്ങൾക്കും കളിക്കാൻ പറ്റുമോ? ഇതേ സ്കിറ്റ് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ കളിക്കത്തില്ലേ? നോക്കിക്കേ, ഏലിയാ പ്രവാചകന്റെ അടുക്കലേക്ക് അഹസ്യ രാജാവ് ആളുകളെ വിട്ടല്ലേ? അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറി നടന്നപ്പോൾ സത്യത്തിൽ ഈ അഹസ്യ രാജാവിനെയൊക്കെ രാജാവാക്കിയത് ആരാ? ഇസ്രായേൽ ജനത്തിന് ആ സമയാസമയങ്ങളിൽ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അയച്ചു കൊടുത്തത് ആരാണ്? ദൈവം തന്നെയാ. എന്നിട്ട് ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സമയങ്ങളിൽ, വേദനിച്ച സമയങ്ങളിലെല്ലാം അവരുടെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഓരോ അവസരം വരുമ്പോഴും അവർ വീണ്ടും ദേവന്മാരുടെ പുറകെ പോകും, ദൈവത്തെ മറന്നു പോകും. അതാണ് ദൈവത്തിൻ്റെ വേദനയുണ്ടാക്കിയത്. അപ്പം ഈ ഏലിയാ പ്രവാചകൻ വന്ന് വീണ്ടും പശ്ചാത്തപിക്കുവാനുള്ള അവസരങ്ങൾ എത്ര പ്രാവശ്യം കൊടുത്തു അല്ലേ? അഹസ്യ രാജാവിന് തൻ്റെ രോഗശയ്യയിൽ നിന്ന് എണീറ്റ് പോരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ശരിയല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ആദ്യ ആഴ്ച 50 പേരെ കൊന്നു, എൻ്റെ പ്രജകൾ 50 പേര് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു സങ്കടം ഉണ്ടായോ? അടുത്ത 50 പേര് അവരെയും ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഈ രാജാവിൻ്റെ ബുദ്ധി എവിടെ പോയി, ബോധം എവിടെ പോയെന്ന് ഞാൻ ഓർത്തു വായിക്കുമ്പോഴൊക്കെ. ശക്കലം ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നെങ്കിലോ? അയ്യോ, ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചേ, എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ദൈവം എല്ലാം ക്ഷമിച്ചേനല്ലേ? നമ്മൾ ബൈബിളിലെ ഏത് കഥാപാത്രത്തെ നോക്കിയും എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണേ. പത്രോസ് 3 പ്രാവശ്യം ഉപേക്ഷിച്ച് പറഞ്ഞു, ഞാനങ്ങും അറിയല ആണയിട്ട് പറഞ്ഞു. യേശു ഒന്ന് നോക്കിയുള്ളൂ, എൻ്റെ ദൈവമേ എന്നൊന്ന് വാവിട്ട് കരഞ്ഞേ ഉള്ളൂ അല്ലേ? അപ്പം എല്ലാം തീർന്നു. അപ്പോൾ ദൈവം സത്യത്തിൽ എന്തുമാത്രം നമ്മുടെ ഒരു സ്നേഹം, നമ്മുടെ ഒരു മാനസാന്തരം, നമ്മുടെ ഒരു തിരിച്ചറിവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് അഹസ്യ രാജാവ് വീണ്ടും വീണ്ടും തൻ്റെ പാപത്തിൽ മുഴുകിയിരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമുണ്ട്. എന്നെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം അല്ലേ? നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും ആർക്കെങ്കിലും തെറ്റ് പറ്റിയാൽ അവർക്ക് വേണ്ടി കൂടി ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിക്കണം. മനസ്സിലായോ? അവർക്ക് വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് ചോദിക്കണം. നമുക്കൊരു തെറ്റ് പറ്റിയാലോ നമുക്ക് ആ തെറ്റിൽ നിന്നെല്ലാം മോചനം തിരുസഭ നമുക്ക് കുമ്പസാരം എന്ന കൂദാശ നൽകിയിട്ടുണ്ടല്ലേ? കുമ്പസാരത്തിൽ ആ പാപം ഏറ്റുപറഞ്ഞാൽ ആ പാപം പിന്നെ ദൈവം ഒരിക്കലും ഓർക്കുകയെന്നാണ് പറഞ്ഞത്. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ കാര്യം ദൈവം പോലും മറന്നു പോകുന്ന പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ ഞാൻ വെളുപ്പിക്കും. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പ് ആയിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, നമ്മളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, അതെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കും. നമുക്ക് ഇന്ന് വരെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ പപ്പായോ മമ്മിയോ ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്കൊന്ന് മാപ്പ് ചോദിക്കാം. നമ്മുടെ കൂട്ടുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാമല്ലേ? അപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ എന്തൊക്കെ തെറ്റ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അവർക്ക് വേണ്ടി കൂടി നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. നമുക്ക് അതിൻ്റെ അടയാളമായിട്ട് നമുക്ക് ആ മനസ്താപപ്രകടനം ഒന്ന് ചെല്ലാം. അവനവൻ്റെ തെറ്റിന്, മറ്റുള്ളവരുടെ തെറ്റിന് നമുക്കെല്ലാവർക്കും കൂടെ അത് ഓർത്ത് കൈകൾ കൂപ്പി തമ്പുരാൻ്റെ മുമ്പിൽ പശ്ചാത്താപത്തോടെ തല കുനിച്ച് നമുക്ക് ആ മനസ്താപപ്രകടനം ഒന്ന് ചൊല്ലി നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചെല്ലാം. എൻ്റെ ദൈവമേ, എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ സ്തവിക്കുകയും അവളെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങൾ എൻ്റെ മാവിനെ അശുദ്ധമാക്കിയതിനാലും അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാഹചര്യങ്ങളെ അപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. എല്ലാ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചെല്ലാം. എൻ്റെ ഈശോയെ, എൻ്റെ നല്ല ഈശോയെ,
എല്ലാ പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടന്നു പോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങയെ ഞങ്ങൾ നല്ല കൂട്ടുകാരനായി സ്വീകരിക്കുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമുക്ക് ഈ സമയം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം നന്മ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇടതും വലതും ഇരിക്കുന്ന ആളിന് സ്തുതി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്ന് വീടുകളിലേക്ക് പോകാം. യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.